തലയിൽ കയ്യൊന്നി അരച്ച് തേച്ചിട്ട് ഒരു ലേസൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ കാര്യം ഓർത്തത്. പ്ലാൻസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കണമെന്ന് കുറച്ച് നാളായിട്ട് നോക്കി വെച്ചിരിക്കുമായിരുന്നു. ഇന്നതങ്ങ് പറിച്ചു ക്ലീൻ ഒക്കെ ചെയ്ത് ജാറിലിട്ട് അടിച്ചു. പക്ഷേ പണിപാളി. സ്വല്പം വെള്ളം കൂടിപ്പോയി. പിന്നെ അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. വീട്ടിൽ പോരാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ അത് അരയാനായിട്ട് നിൽക്കത്തില്ലായിരുന്നു. എന്റെ തല വെട്ടി അതിലിട്ട് അരച്ചെടുത്തേനെ. ശരിക്കും അങ്ങോട്ട് അരഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ ഓൺ ചെയ്തു. പിന്നെയും പോയി. എന്റെ ഡ്രസ്സിലെല്ലാം ആയി. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയും വരുന്നുണ്ട്. ഒരുമാതിരി അരച്ചെടുത്തു, പിന്നെ അത് അരിച്ചെടുത്തു. പണ്ടൊക്കെ എനിക്ക് സ്ഥിരം ഇതുപോലത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കണ്ട ചപ്പും കാടും വള്ളിപ്പടർപ്പും ഒക്കെ പറിച്ചരച്ച് തലയത്തേക്ക്. വെള്ളം കൂടിപ്പോയത് കൊണ്ട് ഊർന്നു പോകുന്നുണ്ട്. ലാസ്റ്റ് എൻ്റെ ഡ്രസ്സിലും ദേഹത്തും എല്ലാം ആയി. പോരാത്തതിന് വെള്ള ഡ്രസ്സും. കയ്യോന്നി ആയതുകൊണ്ട് ഇനി എത്ര കഴിയാലും അതിന്റെ കറ പോവില്ല. നേരത്തെയൊക്കെ ഇത്രേ ഇല്ലായിരുന്നു. ഇപ്പൊ വന്ന് വന്ന് തൊടുന്നതും പിടിക്കുന്നതും എല്ലാം കയ്യിൽ നിന്ന് പോവുക. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോഴാണ് പ്ലാന്റ് എല്ലാം ശരിയാക്കണമെന്ന് ഓർത്തത്. മിക്കത് ഇൻഡോർ ഇരുന്നതാണ്. ക്ലീൻ ചെയ്തപ്പോൾ എടുത്ത് വെളിയിൽ വെച്ചു. പിന്നെ തിരിച്ചു വെച്ചതും ഇല്ല. മുറ്റത്ത് വെച്ചുകൊണ്ട് മഴ പെയ്ത് മൊത്തത്തിൽ ചള പിടിച്ചു. ഓൾറെഡി റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നതായതുകൊണ്ട് ഒന്ന് കഴുകി എടുത്തതേ ഉള്ളൂ. സിറ്റൗട്ടിന്റെ ഒരു സൈഡിൽ അങ്ങ് വെച്ചു. പിന്നെ ഈ ഒരു പോട്ടെന്ന് പറയുന്നത് ഫ്രിഡ്ജിന്റെ ട്രേ ആണ്. ഇതുപോലെ വല്ല കുപ്പിയും പാട്ടൊക്കെ കിട്ടുമ്പോൾ മണ്ണിറച്ചി ചെടി അങ്ങ് വെക്കും ഞാൻ. പിന്നെ ഈ ഒരു പ്ലാന്റും പോട്ടും കഴുകി ക്ലീൻ ചെയ്തെടുത്തു. അത് ഒരു സൈഡിൽ അങ്ങ് ഒതുക്കി. ഇതിപ്പോ നല്ല ബുഷിയെ വളർന്നിട്ടുണ്ട്. കെയർ ചെയ്തപ്പോൾ ഉണങ്ങി കൊട്ടനടിച്ച് നിന്നതാ. തിരിഞ്ഞു പോലും നോക്കാണ്ടിരുന്നപ്പോൾ നല്ല ബുഷിയെ വളർന്നിട്ടുണ്ട്. യവൻ പിന്നെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എന്തേലും വർക്കൊക്കെ ചെയ്യുമ്പോൾ അടുത്ത് വന്ന് നോക്കി അങ്ങിരിക്കും. ബാക്കി പ്ലാൻസ് ഒക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ചെയ്യാന്ന് കരുതി.